അതായത് KNRസിൻ്റെ പണിയിൽ ഞാൻ കണ്ട 2-3 മിസ്റ്റേക്ക് എന്താ അറിയോ? ഒന്ന് ഈ പാടത്ത് കട്ട വെച്ച് കെട്ടിയത്. കാരണം കട്ട കൂടുതൽ വീതി കൊടുത്തിക്കണമെങ്കിൽ നമുക്ക് സമാധാനമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ബെൽറ്റ് ഒന്നും കൊടുത്തില്ല. നമ്മളെ നാട്ടിൽ തന്നെ പറഞ്ഞില്ലേ 1.5 മീറ്റർ കോമ്പൗണ്ടുകൾ കെട്ടാൻ വേണ്ടിയിട്ട് ഈ തർക്കം കൊടുക്കുന്നത് ഒരു ബെൽറ്റ് 4 വരി പഠിക്കും, ബെൽറ്റ് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല ഒരു കല്ല് ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ ഒയും പാക്കുന്നൊക്കെ പറയും. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാണ്ട് ക്രോസ് ഒക്കെ ചെയ്യണത്. ഇവരെ ധൈര്യം നോക്കിയാൽ ഒറ്റ കല്ലുമേൽ മുകളിൽ വരെ പോയില്ലേ. അപ്പോൾ ഇവർക്ക് അത്രയും കോൺഫിഡൻസ് ആണ് പോയില്ല എന്നുള്ളത്. പക്ഷേ ഇവരെ താളം പോയത് ഈ ഈ ചതുപ്പിലോടുത്ത് മാത്രമാണ്. ബാക്കി പറമ്പുണ്ടല്ലോ പാണമ്പ്ര ചേളാരി ഭാഗത്തുള്ളൊന്നും അവിടെ നിന്നൊന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ തൊട്ട് ആ കാണുന്ന ഏരിയ വരെ ഏകദേശം ഒരു 10-50 മീറ്റർ നീളം വരുന്നുണ്ട്. ഒരു ഫില്ലർ ഇതിൻ്റെ ഇടയുണ്ടോ? ഇല്ലല്ലോ, സ്ട്രെയിറ്റ് വാളാണ്. ഇവിടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ എല്ലുമ്പാടാണ്ട് പോകും അല്ലേ. പിന്നെ നമ്മൾ വേറെ വിറ്റുണ്ട്. നമ്മളിപ്പോൾ ഈ കിണറ് കെട്ടുമ്പോൾ റൗണ്ട് കെട്ട കെട്ടുക അത് തള്ളൂല ഒരിക്കലും. ഇത് സ്ക്വയർ കെട്ടുമ്പോൾ എന്താ കുഴപ്പം അറിയോ? വെള്ളം ഇറങ്ങിയാൽ എന്തായാലും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം. മണ്ണിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് നിർത്താനില്ല. നിങ്ങൾ പിടിച്ചാൽ മറ്റേ സെറ്റപ്പില്ലേ, ഇതൊക്കെ താൽക്കാലിക മാത്രമാണ്. ഇവിടെ ഇങ്ങനെ വക്കത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 HP മോട്ടർ ആ പാടത്തിന് അടിച്ചുകൂടി ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഔഷധത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കാണായും ഈ കട്ട ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ പോകണം. മണ്ണിക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മുസീബത്തനാണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പോൾ കട്ട പരിപാടി ഇതിൻ്റെ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് എന്തെന്ന് അറിയാം. ചുമരുമ്മൽ ആ മറ്റേ സിമെൻറ്റ് തൂറ്റിച്ചത്. അതെങ്ങനെയാണെന്നറിയോ? ഏറ്റവും ടോപ്പ് മലപ്പുറം റീച്ചിൽ ഏറ്റവും റെക്കോർഡിൽ മണ്ണ് മാന്തിയ സ്ഥലം ഇവിടെ തുറന്നത് സ്വാഗതമാടാണ്. പിന്നെ കാക്കഞ്ചേരിയൊക്കെ മാന്തിയപ്പളി ഒരു കിണറിൻ്റെ താഴ്ച വന്നപ്പോൾ അവിടെ ചീടി കണ്ടിനി അടിയിൽ. കാരണം എന്താ കിണറിൻ്റെ ആയി, കാരണം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ കിണറൊക്കെ ഇല്ലേ അതേ ആയോ ഉള്ളൂ. പക്ഷേ അവിടെ എന്താക്കിയെന്ന് അറിയാം, വെള്ളം കണ്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പാക്കിയതിന്. അപ്പോൾ അടിഭാഗത്ത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ചോദ്യം എന്താ വെച്ചാൽ ചുമരില്ല. ഈ ചുമരി കുറച്ച് കഴിഞ്ഞാൽ 5-6 മഴമ്പാടം ചെയ്താൽ ജനങ്ങളൊക്കെ അടിയിൽ ചളിവിളിയായാലും കുഴപ്പമില്ല. കാരണം അല്ലേ അടിയിൽ ചളിവിളിയായാലും നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ കുഴപ്പം എന്താ അറിയോ? ഇത് കട്ട വെച്ചുകാണ്ട് ഉയർത്തി അവിടെ എന്ന് പറഞ്ഞാൽ ചുമര് മണ്ണില്ലേ പക്ക ചീടി മണ്ണിൻ്റെ മുകളിൽ കമ്പി കയറ്റിയിട്ട് നല്ല തിക്നെസ് ഉള്ള നെറ്റ് അടിച്ചിട്ട് ഓല എന്താ കിട്ടുന്ന അറിയാം, ഒരു ഓട്ട കുത്തിയിട്ട് ആ ഓട്ടയ്ക്ക് പൈപ്പ് ഓട്ടകളെ കയറ്റിച്ച് കളി. എന്നിട്ട് ഈ ഭൂമി വലിക്കുന്ന വെള്ളം മൊത്തം ഓട്ടയെ കൂടെ റൂട്ട് നമുക്ക് ചാടുമല്ലോ. ഞാനൊക്കെ വീഡിയോ എടുത്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോലെ എന്ത് ചെയ്തിട്ട് നല്ല സ്പ്രേ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടാണ് കാണാൻ നല്ല നുക്കാണ്. പക്ഷെ എന്താ കുഴപ്പം എന്ന് അറിയോ? നമ്മുടെ നാട്ടിലെ ഈ 6 മാസത്തെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേറ്റിനും പോലെ അതാണ് 6 മാസം. അതിനെക്കുറിച്ച് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മറ്റെവിടെന്നോ വന്ന എഞ്ചിനീയേഴ്സ് ആവും ചിലപ്പോൾ ഈ വർക്കുകൾ ഇവിടെ തെലുങ്കാന ആ ഭാഗത്തുള്ള ആൾക്കാരല്ലേ. അവിടെ മഴ ഇല്ലാതാവുമ്പോൾ അവർക്ക് നമുക്കൊരു കാര്യം ഇവിടെ പറയാണ്ട്. അതായത് ഈ കൂരിയാട് പാടത്ത് കട്ട കുറച്ച് ഇടിഞ്ഞ് വീണെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും കട്ട കെട്ടിയോടത്തൊന്നും ഇങ്ങനെ വികുന്ന് ഇവിടെ പറയാൻ പറ്റില്ല. അതൊന്നും പറ്റൂല. ഇവിടെ ഓടി വരുന്ന സ്ഥലമാണ്. നമ്മൾ മറ്റേ ഒന്നും വേണ്ട പുഴയിലുണ്ടല്ലോ, പുഴയിൽ ഒരു ഫില്ലർ വാർക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ വർക്ക് ഉണ്ട്. വെള്ളം പൊടിച്ചിരുത്തിക്കാണ്ട് അതിക്ക് സ്ട്രോങ് ഉള്ള സിമെന്റ് അടിക്കുക. ഏതൊരു സ്പെഷ്യൽ സിമെന്റ് തന്നെ അതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ അതേ സിമെന്റ് അല്ലേ വാർപ്പന്മാർക്ക് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം കെട്ടിയിരുത്തിയതിന് ധാര കെട്ടിയിരിച്ചോളി. പിന്നെ കുറച്ച് നേരം വെള്ളം തെമ്പ് പൊന്തുമ്പോൾ എന്താ പറയുക, ഇതൊക്കെ എങ്ങനെ എന്താവും ആയിക്കോട്ടൊക്കെ അത് ഇരിക്കും. മണ്ണ് നല്ല ലൂസായിട്ട് ധാരി കാടുമ്പോഴൊക്കെ ആയിട്ട് ഇരിക്കും. അതായത് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒരു ഡേഞ്ചർ സാധനം തന്നെയാണ്. അത് വിചാരിച്ച മരുന്നല്ല. അത് ഇവർക്ക് ഇനി ഈ റോഡ് പണിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി